നല്ലപാടം പദ്ധതിയിൽ സഹപാഠിക്കൊരു വീട് പദ്ധതിയിലെ രണ്ടാമത്തെ വീട് നിർമ്മാണത്തിന് തുടക്കം. എടത്തനാട്ടുകര വട്ടമണപ്പുറം MLP സ്കൂളിലെ മനോരമ നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വട്ടമണപ്പുറത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന 5-അംഗ നിർധന കുടുംബത്തിനാണ് വീട് ഒരുങ്ങുന്നത്. വീട് നിർമ്മാണത്തിലേക്ക് ആദ്യ തുകയായി വട്ടമണപ്പുറം MLP സ്കൂളിന് കഴിഞ്ഞ അധ്യയന വർഷം നല്ലപാടം ജില്ലാ അവാർഡായി ലഭിച്ച 15,000 രൂപ PTA പ്രസിഡന്റ് MP നൌഷാദ്, മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ന സത്താർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ മുഖ്യാതിഥിയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഹംസപ്പ, റഹ്മത്ത് മടത്തൊടി, നല്ലപാടം കോർഡിനേറ്റർമാരായ T മുഹമ്മദ് അലി, AP ആസിം ബിൻ ഉസ്മാൻ, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, പ്രവാസി ബാങ്ക് പ്രസിഡന്റ് MPA ബക്കർ, PTA വൈസ് പ്രസിഡന്റുമാരായ P മൂസ, അയ്യൂബ് മുണ്ടഞ്ചേരി, ഷാജഹാൻ ഉമ്മരൻ, SMC അംഗം നാസർ കാപ്പുങ്ങൽ, PT അംഗങ്ങളായ P അഹമ്മദ് സുബൈർ, K ഷെരീഫ്, PP ഉമ്മർ, CH അബ്ദുറഹ്മാൻ, M മുസ്തഫ, M സിബ്ഗത്തുള്ള, അഡ്വക്കേറ്റ് A സത്യനാഥൻ, K ഹുസൈൻ, KP നസീർ, K ആസിഫ് ഫസൽ, M റസാഖ്, MP ജംഷാദ്, KP സൈഫുന്നീസ, K ജസ്ന, K ഷീന, കോർഡിനേറ്റർമാരായ KP മുഹമ്മദ് റയാൻ, KP ഇൻഷ ഫാത്തിമ എന്നിവർ സംബന്ധിച്ചു. പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷം പദ്ധതി വഴി 2 വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. വട്ടമണ്ണപ്പുറം നല്ലപാടം പദ്ധതിയുടെയും ഭാഗമായിട്ട് സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്ന വിവിധ നന്മ നിറഞ്ഞ പ്രവർത്തികളുണ്ട്. ഇവിടെ നമുക്കറിയാം, ആ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിലെ കുട്ടികളുടെ ശ്രമഫലമായി അവരുടെ സംഭാവനയും അവർക്ക് സമാഹരിക്കാവുന്ന സംഭാവനയും സംഘടിപ്പിച്ചുകൊണ്ട് സഹപാഠികൾക്ക് വീടൊരുക്കി കൊടുക്കുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതി വരില്ല. ഈ വർഷത്തെ 2 വീടുകളായിപ്പോൾ 2 വീടുകളുടെയും പ്രവർത്തനം ത്വരിതഗതിയിലാണ്. അതിലേക്കുള്ള സംഭാവനകളാണ് ഇവിടെ PTA പ്രസിഡന്റ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും അവിടെയുള്ള കുട്ടികൾക്ക് തന്നെ ആടുകളെ നൽകി, പിന്നീട് സ്വാഭാവികമായും അതിന്റെ കുഞ്ഞുങ്ങളെ അടുത്ത വർഷങ്ങൾ അവർ തിരികെ സ്കൂളിലേക്ക് നൽകി മറ്റു കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ വരുമാനവും മറ്റുള്ളവർക്കൊക്കെ ഇതിന്റെ സഹായവും എത്തിക്കുന്ന ആട് വളർത്തൽ പദ്ധതിയും സ്കൂളിലെ കുട്ടികളുടെ ഒരു ശ്രമഫലമായി തന്നെ നടക്കുകയാണ്. ഇതെല്ലാം കുട്ടികളിൽ സ്വാശ്രയത്വം വളർത്താനും കുട്ടികളിൽ വലിയ സാമൂഹ്യ ബോധം ഉയർത്താനും സഹജീവി സ്നേഹം ശക്തിപ്പെടുത്താനും ഇനി വരുന്ന തലമുറയ്ക്ക് ഏറെ വേണ്ട അതാണ്. നമ്മൾ മനുഷ്യരെല്ലാം സാമൂഹ്യ ജീവികളാണ്. പരസ്പരം സ്നേഹിക്കണം, സഹായിക്കണം, മറ്റുള്ളവർക്ക് നമ്മൾ കൈത്താങ്ങാവണം, മറ്റുള്ളവരുടെ വേദനകൾ നമ്മൾ അറിയണം, നമ്മളുടെ മാത്രം സുഖഭോഗങ്ങളല്ല ജീവിതം എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടും ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടുമാണ് വട്ടമണ്ണപ്പുറത്തെ കുട്ടികൾ വളരുന്നത് എന്നുള്ളത് വളരെ വലിയ ഒരു മാതൃകയാണ്. അതിന് നേതൃത്വം നൽകുന്ന അവിടുത്തെ PTA അധ്യാപകർ, പ്രത്യേകിച്ച് നമ്മുടെ മുഹമ്മദ് മാഷിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്നു. അധ്യാപകരെയും മാനേജ്മെന്റിനെയും കുട്ടികളെയും PTA ഭാരവാഹികളെയും ഒക്കെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. ഇത് മൊത്തം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വട്ടമണ്ണപ്പുറത്തെ ഒരു മാതൃക വേറിട്ട ഒരു മാതൃകയാണ്, സ്വീകരിക്കാവുന്ന മാതൃകയാണ്. ഈ നല്ല മാതൃകയ്ക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ